ഏറ്റുമാനൂരിൽ നടി വീണ നായർക്ക് പകരം ആതിര ഡി നായരാണ് 2020യുടെ സ്ഥാനാർത്ഥിയാവുക. ശാസ്ത്രീയ സംഗീതജ്ഞയും നർത്തകിയുമാണ് ആതിര ഡി നായർ. വീണ നായർക്ക് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്നാണ് മാറ്റം. അജിത് ബാബു വിവരങ്ങളുമായി ചേർന്നു. അജിത്ത്, സേതുലക്ഷ്മി, ഏതാണെങ്കിലും ഈ ഏറ്റുമാനൂരില് വീണ നായർ പ്രചരണത്തിനായി എത്തി കാര്യങ്ങളൊക്കെ നടന്നപ്പോഴാണ് ഇന്ന് ഈ അപ്രതീക്ഷിത സംഭവങ്ങളെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് അതിന് പിന്നാലെയാണ് പെട്ടെന്ന് തന്നെ അടുത്ത സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിരിക്കുന്നു. ശാസ്ത്രീയ സംഗീതജ്ഞയും നർത്തകിയുമാണ് ആതിര. ഇത്തരത്തിൽ ഏറ്റുമാനൂർ സ്വദേശി തന്നെയാണ്. 25 വയസ്സാണുള്ളത്. ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഏതാണെങ്കിലും ആതിരയുടെ സ്ഥാനാർത്ഥിന് തീരുമാനിച്ചപ്പോൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് 2020 ഉറപ്പിച്ചിട്ടുണ്ടാകും. കാരണം ഈ അനുഭവം മുമ്പിൽ നിൽക്കുകയാണ്. അത്തരത്തിൽ ചെറിയ പാർട്ടിയാണെങ്കിലും ഈ കാര്യം പരിശോധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതാണെങ്കിലും വലിയ നാണക്കേടാണ് 2020 സംസ്ഥാനത്തുടനീളം ഉണ്ടായത്. അത് ഇനി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ട്രോളുകളായൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരികയും ചെയ്യുന്നു. ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഭാഗമായി ചലച്ചിത്ര താരങ്ങൾ എത്തിയെങ്കിലും അവർക്ക് ഇന്ന് ഈ സംഭവവികാസങ്ങളിലൂടെ അവരും ചില കാര്യങ്ങൾ പഠിച്ചു. ഇത്തരത്തിൽ വീണ നായർ ഇന്ന് നമ്മളോട് പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. ഈ രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് ആണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് വീണ നായർക്കും മനസ്സിലായി. അതുപോലെ തന്നെ പുതിയ പാഠങ്ങൾ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഏതാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആതിര വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെന്ന് നോക്കിയിട്ടുണ്ടാവും.